ഇന്ന് ഞാനിവിടെ ഒരു വറുത്തരച്ച നാടൻ കോഴിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നാടൻ കോഴി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു കോഴി വെച്ചിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. ഇത് ക്ലീൻ ചെയ്ത് തന്നപ്പോൾ ഏകദേശം 600 ഗ്രാം ഉണ്ടാവും. നാടൻ കോഴി ആവുന്ന സമയത്ത് മറ്റേ ചിക്കൻ്റെ അത്ര ഇറച്ചിയൊന്നും ഉണ്ടാവില്ല, പക്ഷേ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കറി ഞാനിപ്പോൾ ഒരു തനി നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഉള്ളി മസാലയൊന്നും അധികം വഴറ്റാതെ എല്ലാം തിരുമ്മി വെച്ചിട്ടാണ് ഇപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നത്. ഇനി ചിക്കനിലേക്ക് ഞാനിവിടെ ചേർക്കുന്നത് ഒരു സവോളയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം, അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 13 പച്ചമുളക് എടുത്തിട്ടുണ്ട്, നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ഒരു തക്കാളിയും വേണം. ഇനി നമുക്ക് ആദ്യം ഈ സവോളയും പച്ചമുളക് തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ ഇതെല്ലാം ഇത്രയും ഈ ഒരു ചിക്കൻ്റെ അളവിലേക്ക് ഇത്രയും അളവ് മതി. സവോളയും തക്കാളിയൊക്കെ ഇതിൽ കൂടുതൽ ചേർക്കണ്ട. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ളതെല്ലാം ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സവോള അതൊന്ന് നെടുകി മുറിച്ചതിന് ശേഷം ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് ഈ ചിക്കൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ തക്കാളി വളരെ ചെറുതാക്കിയിട്ട് വേണം അരിയാനായിട്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ കറിക്കകത്തേക്ക് എരിവിന് പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര അധികം പച്ചമുളക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് തേങ്ങ അരച്ച് വെക്കുന്ന കാരണം കുറച്ച് മല്ലിപ്പൊടി കൂടുതൽ വേണം. മാത്രമല്ല നമ്മളിതിൻ്റെ അകത്തേക്ക് വേറെ ഒരു മസാലപ്പൊടികളും കാര്യമായിട്ട് ചേർക്കുന്നില്ല, ഈ മല്ലിപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. ആ ഒരു പച്ചമുളകും തക്കാളിയും സവോളയും എല്ലാം ഈ ഒരു ചിക്കൻ്റെ അകത്തേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് കൈ വെച്ചിട്ട് തിരുമ്മിയെടുക്കണം. ഈ കറിക്കകത്ത് നമ്മൾ മുളക് പൊടിയോ അതുപോലെ തന്നെ ഗരം മസാലയോ കുരുമുളക് പൊടി അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചേർക്കുന്നില്ല. നമ്മൾ ഗരം മസാല ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഈ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും, അതുകൊണ്ടാണ്. അപ്പോൾ നാടൻ ആ ഒരു കറിയുടെ ടേസ്റ്റ് കിട്ടില്ല. പിന്നെ ഈ ഒരു കറിയുടെ കളർ എന്ന് പറയുന്നത് ഒരു പക്ക യെല്ലോ കളറാണ്, നല്ല മഞ്ഞ കളറിലാണ് ഈ കറി ഇരിക്കേണ്ടത്. അപ്പോൾ ഒരു മുളക് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ കളറ് മാറിപ്പോവും. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ കുറച്ച് വേവ് കൂടുതലുണ്ടാവും ഇറച്ചിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് കുറച്ച് ഇളകി കോഴി ആയതുകൊണ്ട് അത്ര വേവ് ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു മൺചട്ടിക്കകത്താണ് ഈ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന സമയത്ത് നല്ല മൂത്ത കോഴിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുക്കറിൽ വേവിച്ചെടുക്കേണ്ടി വരും. ഇനി നാടൻ കോഴി കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സാധാ ചിക്കൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കറി ഉണ്ടാക്കാം. ഇനി കറി നന്നായിട്ടും തിളച്ച് കഴിഞ്ഞാൽ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. എന്നിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്കിനി ഈ ചിക്കനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചെറിയ തീയിലിട്ട് കഴിഞ്ഞാൽ മാത്രമേ ആ മസാലയൊക്കെ നന്നായിട്ട് വെന്ത ചിക്കൻ്റെ അകത്തേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ ചെറിയ തീയിലിട്ട് തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. ഇനി ചിക്കനൊക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തരക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1.5 കപ്പ് തേങ്ങയാണ്. അപ്പോൾ ചെറിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു മുഴുവൻ തേങ്ങ എടുക്കാം, അതല്ലെങ്കിൽ വലുതാണെങ്കിൽ ഒരു 3/4 തേങ്ങ ഒക്കെ എടുത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാനൊരു 5 അല്ലി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂട്ടാണ് നമ്മളൊന്ന് വറുത്തെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് നമ്മൾ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല, ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നമ്മൾ തേങ്ങ വറുക്കാനായിട്ട് എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത് ഡയറക്റ്റ് നമ്മൾ പാനിലേക്ക് ഇട്ടിട്ട് അങ്ങ് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ തേങ്ങ വറുത്തെടുക്കാനായിട്ട്. ഇതിനകത്തേക്കൊരു 3-4 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ തേങ്ങ ഒരുപാട് അങ്ങനെ ബ്രൗൺ കളറായിട്ടൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു റോസ്റ്റ് ആയിട്ടുള്ളൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അത് നന്നായിട്ടും തണുത്തതിന് ശേഷം വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. പിന്നെ തേങ്ങ നന്നായിട്ട് മഷി പോലെ അരയണം, എങ്കിൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഈ ചിക്കൻ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. പിന്നെ തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അത് കട്ടിയാവും. അപ്പോൾ ആദ്യമേ അതിനനുസരിച്ച് വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു കളറാണ് നമ്മുടെ ഈ ഒരു കറിക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു കളർ കിട്ടില്ല. ഇനി കറി ഇതുപോലെ അങ്ങ് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മതി. ഒരുപാട് നേരം അങ്ങനെ നമ്മൾ തേങ്ങ ഒഴിച്ചതിന് ശേഷം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് താളിച്ചിടണം. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കളറായാൽ മതി. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വറുത്തരച്ച നാടൻ കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമ്മളിത് എടുത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ കറി ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കഴിക്കാനായിട്ട് പത്തിരിയുടെയും പൊറോട്ടയുടെയും കൂടെയാണ്. നല്ല ചൂട് പൊറോട്ടയുടെ കൂടെ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറി. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.